ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പം നമ്മൾ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 7th CBSE സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇത്തവണ നമ്മുടെ സിലബസ് ചേഞ്ച് ആണ്. അപ്പോൾ പുതിയ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ നമ്മുടെ 3rd യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പോണൻസ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പോണൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് മിസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് വേണം, കാരണം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ ഈ പറയുന്ന കറണ്ട് പോയാൽ നമ്മൾ യൂഷ്വലി ആദ്യം തപ്പുന്നത് എന്തായിരിക്കും, എവിടെ നമ്മുടെ ഫോൺ എവിടെ, നമ്മുടെ മൊബൈൽ എവിടെ, കാരണം അതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാൻഡിൽ ലൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും, അതും അല്ലെങ്കിൽ നമ്മൾ ടോർച്ച് ഉണ്ടോ എന്ന് നോക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ ടോർച്ച് എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങളുടെ കയ്യിൽ വന്നാൽ അതിൻ്റെ ലാമ്പ് ലൈറ്റ് ആവത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലാമ്പ് പ്രകാശിക്കത്തില്ല. കാരണം എന്തായിരിക്കും, അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കണം. സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. അതേസമയം സ്വിച്ച് ഓഫ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ വന്നാൽ മാത്രം ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമലായിട്ട് അത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം അതെങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഉള്ളിലുള്ള കമ്പോണൻസ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിൻ്റെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 2ഓ അതിലധികമോ ഇലക്ട്രിക് സെല്ല് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് സെല്ലിനെ പറ്റിയാണ്. ഇലക്ട്രിക് സെല്ല് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു മോഡൽ തന്നിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രിക് സെല്ല് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 2 ടെർമിനൽ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന മെറ്റൽ ക്യാപ്പ്, ഈ ഒരു പോർഷൻ ആണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഒരു മെറ്റൽ ഡിസ്ക് പോലുള്ള ഈ ഒരു പോർഷൻ ആണ് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ 2 ടെർമിനൽ ഉണ്ട്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ആ ഒരു സെല്ലിന്റെ ക്യാപ്പ് ഉള്ള ഭാഗത്താണ്. അതുപോലെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ആ ഒരു സെല്ലിന്റെ ഈ പറയുന്ന മെറ്റാലിക് ഡിസ്ക് ഉള്ള പോർഷനിലാണ്. ഇനി നമുക്കറിയേണ്ടത് ശരിക്കും എന്താണ് ഈ ഒരു ഇലക്ട്രിക് സെൽ. ശരിക്കും ഈ ഒരു ഇലക്ട്രിക് സെല്ലിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കെമിക്കൽ എനർജിയുടെ ഫോമിൽ. അതായത് നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയം കെമിക്കൽ എനർജിയാണ് പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് സെല്ലിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ആണ്. ഓൾ ഇലക്ട്രിക് സെൽ ഹാവ് 2 ടെർമിനൽ, 2 ടെർമിനൽ ഉണ്ട്. ഒന്ന് പോസിറ്റീവ്, അതുപോലെ തന്നെ മറ്റേത് നെഗറ്റീവ് ആണ്. The metal cap is positive terminal of the electric cell and the metal disc is negative terminal. The electric cell is a portable source of electrical energy. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഒരു ഇലക്ട്രിക് സെല്ലിനെ പറ്റി നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ ടോർച്ച് തുറന്നു നോക്കിയാൽ അവിടെ 2ഓ അതിലധികമോ ഇലക്ട്രിക് സെല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഇലക്ട്രിക് സെല്ലൊക്കെ തോന്നിയ പോലെ കണക്ട് ചെയ്താൽ നമ്മുടെ ടോർച്ച് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് കണക്ട് ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ്. ആ രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. അതായത് 2ഓ അതിലധികമോ ഇലക്ട്രിക് സെല്ല് അനുയോജ്യമായ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്താൽ അത് പിന്നീട് അറിയപ്പെടുന്നത് ഇലക്ട്രിക് സെൽ എന്നല്ല, നേരെ മറിച്ച് ബാറ്ററി എന്നാണ്. ഇനി അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു പൊളാരിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബാറ്ററി ഓഫ് 2 സെൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി ഓഫ് 4 സെൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ 2 സെല്ലൊന്ന് നോക്കിക്കുക എല്ലാവരും. 2 സെല്ലിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇതാ പോസിറ്റീവ് നെഗറ്റീവ്, ആ ഒരു പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. ഇനി ബാറ്ററി 4 സെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് സെൽ എന്നും അതുപോലെ തന്നെ എന്താണ് ബാറ്ററി എന്നും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു 3rd യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രിക് കമ്പോണൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ന്യൂസും കൂടി മിസ് ഇവിടെ ഈ ഒരു ടൈം പറയാൻ
ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നീറ്റ് അല്ലെങ്കിൽ ജെഇ അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ ഇപ്പോഴേ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണ് ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ്. ആ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സൈലം ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്വന്തം ഫാൽക്കൺ ബാച്ച്. അപ്പോൾ ഈ ഒരു ഫാൽക്കൺ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻക്വയറീസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്നാണ് മിസ്സിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ഇനി വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ കോണ്ടന്റ് വീഡിയോസ് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.